ആലപ്പുഴയിൽ സീറ്റ് നൽകാത്തതിനെ തുടർന്ന് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പത്തിയൂർ സ്വദേശി ഡി ജയപ്രദീപാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. 19-ാം വാർഡിൽ സ്ഥാനാർത്ഥിയായി ജയപ്രദീപ് പ്രചാരണം തുടങ്ങിയിരുന്നു. ശരത് എസ് നൽകും വിശദാംശങ്ങൾ. ശരത്, പ്രചാരണം തുടങ്ങിയ ആളാണ്, പിന്നീട് എന്താണ് സംഭവിച്ചത്? അതായത് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. നേരത്തെ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് തന്നെ കടന്നിരുന്നു, ഫ്ലക്സ് ബോർഡുകളൊക്കെ തന്നെ സ്ഥാപിച്ച് പ്രചരണം തുടങ്ങിയതാണ്. പക്ഷേ ഈ സീറ്റ് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകി. അങ്ങനെ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ ഇന്ന് വീട്ടിലേക്ക് പോവുകയും തുടർന്ന് വീട്ടിലെ മുറിയിൽ കയറി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയുമായിരുന്നു. വീട്ടുകാരും സമീപത്തെ ആളുകളും ഒക്കെ തന്നെ ഓടി കൃത്യസമയത്ത് ഇടപെട്ടതോടുകൂടി തന്നെയാണ് ഇയാളെ പിന്തിരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും പരിക്കുകളൊന്നുമില്ല. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് പിന്നാലെ തന്നെ ഇയാളെ പിന്തിരിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ സീറ്റ് കോൺഗ്രസിന് നൽകണമെന്ന ആവശ്യത്തിന് തന്നെ ഇപ്പോൾ ജയപ്രദീപ് ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇത് കോൺഗ്രസിന്റെ സീറ്റാണ്, ഘടകകക്ഷികൾക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല എന്നടക്കം അദ്ദേഹം പറയുന്നുണ്ട്. നിലവിൽ എന്തായാലും ഈ മുന്നണി ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ പത്തിയൂർ പഞ്ചായത്തിലെ 19-ാം വാർഡ് ഇത്തരത്തിൽ ഘടകകക്ഷിക്ക് നൽകാൻ വേണ്ടി തീരുമാനമായത്. പക്ഷേ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് കണ്ട് ജയപ്രദീപ് ഈ വാർഡിൽ പ്രചരണം തുടങ്ങി. പറയുന്നതുപോലെ ഫ്ലക്സ് ബോർഡുകളടക്കം അടിച്ചുകൊണ്ടുള്ള പ്രചരണം ആരംഭിച്ചതാണ്. ഇതിനിടയിലാണ് ഈ മുന്നണിക്ക് സീറ്റ് കൈമാറിയത്. അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടാക്കി, മനോവിഷമുണ്ടാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ആത്മഹത്യ കൂടി അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത്. ശരത് എസ് ആണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലാണ് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്.